ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പോക്കോയുടെ പുതിയ ഫോണായ ഇന്ന് ലോഞ്ച് ചെയ്ത പോക്കോ X3യുടെ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടിപൊളി ഫീച്ചേഴ്സുമായിട്ട് ഒരുപാട് നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെ എത്തിയിട്ടുള്ളൊരു ഫോണാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് സൈഡും അതേപോലെ തന്നെ പോസിറ്റീവ് സൈഡും എല്ലാ സ്പെക്കും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിൻ്റെ നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പം ഒട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പോക്കോ X3യുടെ ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ സെൻട്രൽ അലൈൻഡ് പഞ്ച് ഹോളോട് കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതേപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഇത്രയും നല്ലൊരു ടച്ച് സാമ്പിളിംഗ് റേറ്റും അതേപോലെ തന്നെ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പോക്കോ X3 നമുക്ക് തരാൻ പോകുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഫിംഗർ പ്രിൻ്റാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, AMOLED ഡിസ്പ്ലേ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത്. അതായത് AMOLED ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത റിയൽമി 7 Pro എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ AMOLED പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് അവരൊരു പുതിയ ഫോൺ കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ, പോക്കോ X3യുടെ കാര്യത്തിൽ AMOLED ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഇതാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു നല്ല ഓഡിയോ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഫോൺ നമുക്ക്, അഥവാ പോക്കോ X3 നമുക്ക് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിൽ USB Type-C പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലും ഇൻക്ലൂഡഡ് ആണ്. പോക്കോ X3യുടെ പ്രൊസസ്സർ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പോക്കോ X3യിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 732G എന്ന ലേറ്റസ്റ്റ് പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. X2ൽ നമുക്ക് 730 ആയിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ X2ൽ നിന്ന് X3യിലേക്ക് വന്ന സമയത്ത് നമുക്ക് 732 എന്ന പുതിയ പ്രൊസസ്സറാണ് ലഭിക്കുന്നത്. ഇവിടെ X2വിനേക്കാൾ 15% ഗ്രാഫിക് പെർഫോമൻസ് കൂടുതൽ ഈ 732 എന്ന പ്രൊസസ്സർ നൽകുന്നുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലും ഒക്കെ കുറച്ചുകൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് പോക്കോ X3 തരാൻ പോകുന്നത്. റാമിൻ്റെയും സ്റ്റോറേജിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ LPDDR4Xൽ പ്രവർത്തിക്കുന്ന റാമാണ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. പോക്കോ X3യുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കോഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് പോക്കോ X3യിൽ ലഭിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 4 ക്യാമറകളിൽ ആദ്യത്തേത് ഒരു 64 MBയുടെ പ്രൈമറി ലെൻസും, രണ്ടാമത്തേത് ഒരു 13 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും, മൂന്നാമത്തേത് ഒരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും, അതേപോലെ നാലാമത്തേത് ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ലെൻസുമാണ് ഈ ഒരു ഫോണിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സെൽഫി ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ 20 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ക്യാമറയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് തരാൻ കപ്പാസിറ്റിയുള്ള ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പോക്കോ X3യിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ 5160 mAhൻ്റെ ഒരു പവർഫുൾ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊസസ്സറിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും ഈ ഒരു പോക്കോ X3യിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 6 GB റാമും 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻറ്റും, അതേപോലെ തന്നെ 6 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻറ്റുമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അപ്പം ഇതിൽ ആദ്യത്തേത് 6 GB റാം പ്ലസ് 64 GB എന്ന വേരിയൻറ്റ് €220, അതായത് 19,800 രൂപയ്ക്കും, അതേപോലെ തന്നെ 6 GB റാം 128 GB സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ് €269, അതായത് ഏകദേശം 23,300 ഇന്ത്യൻ റുപ്പി. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 സിമ്മോ യൂസ് ചെയ്യാൻ പറ്റും തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ സിം സ്ലോട്ടിൽ നൽകിയിട്ടുള്ളത്.
ഇതാണ് ഇവിടെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം. അതായത് ഈ ഒരു ഫോണിൽ 2 നെഗറ്റീവ് സൈഡുകളാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. അതിൽ ആദ്യത്തേത് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ ആമോലെഡ് ഡിസ്പ്ലേ അല്ല നൽകിയത് എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ നെഗറ്റീവ്. രണ്ടാമത്തേത് ഇതിൻ്റെ നെഗറ്റീവ് സൈഡായിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഹൈബ്രിഡ് സ്ലോട്ടാണ്. ഇതിൽ നമുക്ക് ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ ഒരു സിം കാർഡോ, ഒരു മെമ്മറി കാർഡ് ഒരു സിം കാർഡോ അല്ലെങ്കിൽ 2 സിം കാർഡോ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ ഈ ഒരു 2 കാര്യങ്ങൾ നെഗറ്റീവ് സൈഡായിട്ട് പറയാനുള്ള കാര്യം ഇതിൻ്റെ ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടാണ്. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 23,300 രൂപയാണ് വരാൻ സാധ്യതയുള്ളത്. ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പ്രൈസ് കുറയാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ കൂടി ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്ന മറ്റൊരു ഫോണാണ് റിയൽമി 7 Pro എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെക്കും അതേപോലെ തന്നെ പോക്കോ X3 സ്പെക്കും നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈബ്രിഡ് സ്ലോട്ടിന് പകരം ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലുള്ള ഒരുപാട് നല്ല ഫീച്ചേഴ്സ് റിയൽമി 7 Proയിൽ നമുക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ നിലനിൽപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ തന്നെ വേണം. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഈ ഒരു 2 ഫോണുകളെ കുറിച്ചുള്ള നിങ്ങൾ കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോക്കോ X3യുടെയും അതേപോലെ തന്നെ റിയൽമി 7 Proയുടെയും കമ്പാരിസൺ വീഡിയോ ഈ ഒരു ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.